ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. നമ്മുടെ ചാനലിൽ ഇതുവരെ അപ്ലോഡ് ചെയ്തതിൽ വെച്ച് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വീഡിയോ ആണ് ഇന്നത്തെ. ഇന്ന് നമ്മുടെ വീടായിട്ടുള്ള പ്രണവത്തിൻ്റെ വിശേഷങ്ങളാണ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ റീസെൻ്റ്ലി ആണ് ഈ ഒരു വീട്ടിലേക്ക് നമ്മൾ ഷിഫ്റ്റായി വന്നത്. ഷോർട്സ് ഒക്കെ കാണുന്നവർക്ക് നമ്മൾ അത്യാവശ്യം ചില ഭാഗങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൂർണ്ണമായിട്ട് നമ്മുടെ പ്രണവത്തിൻ്റെ ഹോം ടൂർ ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും എല്ലാവിധ സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ പുതിയ വീട് നിങ്ങൾ പണിയാണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സ്റ്റോറേജിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിലോ സീലിംഗ് ലൈറ്റ്സിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിലോ ഒക്കെ കുറച്ച് ഐഡിയാസ് കിട്ടിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. അതുകൊണ്ടാണ് നമ്മൾ ഈ ഹോം ടൂർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് നമ്മുടെ പ്രണവം കാണാം. ലിവിംഗ് ഏരിയയിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ നമ്മളെ വെൽക്കം ചെയ്യുന്നത് മനോഹരമായിട്ടുള്ളൊരു വാൾ ഡെക്കറാണ്. വളരെ കളർഫുൾ ആയിട്ടുള്ള ഈ ഒരു വാൾ ഡെക്കർ റൈറ്റ് സൈഡിലെ പ്ലെയിൻ ആയിട്ടുള്ള വാളിനെ കുറച്ചുകൂടി ഭംഗിയാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. എൽ ഷേപ്പിലുള്ള സോഫ സെറ്റിന്റെ പിന്നിലുള്ള വാള് അലങ്കരിക്കാനായിട്ട് നമ്മൾ മെറ്റലിൽ തീർത്തിട്ടുള്ള ഒരു വാൾ ഡെക്കറാണ് അവിടെ പ്ലേസ് ചെയ്തത്. ആ വാള് വളരെ ചെറുതായതുകൊണ്ട് സിമ്പിൾ ആയിട്ടുള്ള വാൾ ഡെക്കർ നമ്മൾ ചൂസ് ചെയ്തു. ലിവിംഗ് റൂം സീലിംഗിലും നോക്കുകയാണെങ്കിൽ പ്രൊഫൈൽ ലൈറ്റ്സും കോലൈറ്റ്സും യൂസ് ചെയ്തിട്ടൊരു സിമ്പിൾ ഡിസൈൻ ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. പുറമേ നിന്ന് കാണുന്ന ഭംഗി കുറയ്ക്കാനായിട്ട് ഇൻവെർട്ടർ നമ്മളൊരു ഇൻവെർട്ടർ ക്യാബിന്റെ ഉള്ളിലാണ് വെച്ചത്. പ്രത്യേകമായിട്ട് പൂജാമുറിക്ക് സ്പേസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ TV യൂണിറ്റിനോട് അറ്റാച്ച്ഡ് ആയിട്ടാണ് പൂജാമുറി നമ്മൾ സെറ്റ് ചെയ്തത്. പൂജാമുറിയെ കൂടുതൽ മനോഹരമാക്കാനായിട്ട് ബെൽ കട്ടിങ്സും അതുപോലെ റോസ് ഗോൾഡ് പ്രൊഫൈൽ ഡോർസും നമ്മൾ പൂജാമുറിക്ക് ഡിസൈൻ ചെയ്തു. സ്റ്റോറേജിനായിട്ട് എക്സ്ട്രാ ഒരു ട്രേയും അതുപോലെ 2 ഡ്രോഴ്സും നമ്മൾ പൂജാമുറിയിൽ കൊടുത്തിട്ടുണ്ട്. TV യൂണിറ്റിനെ ഭംഗിയാക്കുന്നത് ബ്ലാക്ക് ആൻഡ് ഗോൾഡൻ പാറ്റേണിലുള്ള റാഫ്റ്റേഴ്സ് ആണ്. മുകളിലുള്ള സ്പോട്ട് ലൈറ്റ്സും താഴെ വൈറ്റ് കളറിലുള്ള ഡ്രോഴ്സും TV യൂണിറ്റിന്റെ ലുക്ക് കൂടുതൽ എൻഹാൻസ് ചെയ്യും. സൈഡിലുള്ള ജംബോ ഡ്രോഴ്സ് കൂടുതൽ സ്റ്റോറേജ് സ്പേസിന് കൊടുത്തതാണെങ്കിൽ നടുക്കുള്ള റോസ് ഗോൾഡ് പ്രൊഫൈലുള്ള ഈ ഒരു ബോക്സിനുള്ളിൽ നമുക്ക് സെറ്റ് ടോപ്പ് ബോക്സും TVക്ക് ആവശ്യമുള്ള മറ്റുള്ള ഐറ്റംസും എല്ലാം സൂക്ഷിച്ചു വെക്കാം. സെയിം റോസ് ഗോൾഡ് പ്രൊഫൈൽ ഡോർസ് കൊടുത്തിട്ടുള്ള ഈ ഒരു ടോൾ യൂണിറ്റ് ഷോക്കേസ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. കൂടുതൽ ഭംഗിക്കായിട്ട് സൈഡിൽ പ്രൊഫൈൽ ലൈറ്റ്സും കൊടുത്തു. ഇതിന് താഴെയും സ്റ്റോറേജിനായിട്ട് 2 ബോക്സസ് കൊടുത്തു. ലിവിംഗ് റൂമിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള വിൻഡോ കൂടുതൽ വെന്റിലേഷൻ നമുക്ക് തരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. കോർണർ ഫ്ലാറ്റ് ആയതുകൊണ്ട് ഇത് റോഡ് ഫേസിംഗ് ആണ്. ലിവിംഗ് ഏരിയയിൽ നിന്ന് നമ്മൾ നേരെ ഡൈനിങ് ഏരിയയിലേക്കാണ് കടക്കുന്നത്. ലിവിംഗ് ഏരിയയ്ക്കും ഡൈനിങ് ഏരിയയ്ക്കും ഇടയിലുള്ള സ്പേസിലാണ് വാഷ് ബേസിൻ ഏരിയ. വാഷ് ബേസിൻ ഏരിയ ഭംഗിയാക്കാനായിട്ട് നാച്ചുറൽ സ്റ്റോൺ ലുക്ക് തരുന്ന ടൈൽസും ബ്ലാക്ക് കളർ ബോട്ട് ഷേപ്ഡ് വാഷ് ബേസിനും താഴെ സ്റ്റോറേജ് കൊടുക്കുന്ന രീതിയിലുള്ള ബോക്സസും ഉണ്ട്. ബോക്സിന് മുകളിലായിട്ട് വൈറ്റ് കളർ സ്ലാബ് ടൈൽസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. വാഷ് ബേസിൻ ഏരിയയോട് തൊട്ട് തന്നെയാണ് കോമൺ ബാത്റൂമും. കോമൺ ബാത്റൂമിലും നമ്മൾ വാഷ് ബേസിൻ ഏരിയയിൽ ചെയ്തതുപോലെ തന്നെ മാച്ചിങ് ആയിട്ടുള്ള ഒരു വാഷ് ബേസിനും അതിന് താഴെ ബോക്സസും മുകളിൽ പ്രത്യേക സ്റ്റോറേജിനായിട്ട് IKEAയിൽ നിന്ന് വാങ്ങിയ ഒരു ബോക്സ് നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്.
വാഷ് ബേസിൻ ഏരിയയിൽ നിന്ന് നേരെ കടക്കുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ്. ഡൈനിങ് ഏരിയയുടെ ഭംഗി കൂട്ടാനായിട്ട് ബട്ടർഫ്ലൈ ഷേപ്പിലുള്ള പ്രൊഫൈൽ ലൈറ്റ്സ് ആണ് കൊടുത്തത്. ഡൈനിങ് ഏരിയയുടെ പിന്നിലുള്ള വാളിൽ ചെറിയൊരു വാൾ ഡെക്കറും നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓപ്പൺ കിച്ചൺ ആയതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിന്റെ മുകളിലായിട്ടാണ് ചെറിയ ക്രോക്കറി യൂണിറ്റ് പണിതിരിക്കുന്നത്. ഡൈനിങ് ഏരിയയ്ക്കും കിച്ചണിനും നടുവിലായതുകൊണ്ട് തന്നെ ഡൈനിങ് ഏരിയയിലേക്ക് ആവശ്യമുള്ള ക്രോക്കറി ഐറ്റംസ് ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് എടുക്കാനും ഒക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഏരിയയിൽ ക്രോക്കറി യൂണിറ്റ് സെറ്റ് ചെയ്തത്. ക്രോക്കറി യൂണിറ്റിന് താഴെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിലായിട്ട് ചാർക്കോൾ ഷീറ്റ് കൊണ്ടൊരു സെപ്പറേഷന് നമ്മൾ കൊടുത്തിട്ടുണ്ട്. കിച്ചണിനെ ബ്യൂട്ടിഫുൾ ആക്കുന്നത് മിന്റ് ഗ്രീൻ ബ്ലാക്ക് കോമ്പിനേഷൻ ആണ്. അക്രിലിക് ലാമിനേറ്റ്സ് ആണ് കിച്ചണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. കൗണ്ടർ ടോപ്പിൽ വൈറ്റ് സ്ലാബ് ടൈൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. കിച്ചൺ കൗണ്ടർ ടോപ്പ് ഓർഗനൈസേഷനും ക്യാബിനറ്റ് ഓർഗനൈസേഷനും എല്ലാം ചേർത്തിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ കിച്ചൺ ടൂർ വീഡിയോ ഉടനെ തന്നെ നമ്മുടെ ചാനലിൽ പ്രതീക്ഷിക്കാം. ഈ ഒരു വീഡിയോയിൽ ഞാനത് ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പൊ ഇനിയും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അടുക്കളയിൽ നിന്ന് നേരെ നമ്മൾ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. ഏറ്റവും വെന്റിലേഷൻ കുറഞ്ഞ മുറിയായതുകൊണ്ട് തന്നെ വാർഡ്രോബ്സിനെല്ലാം നമ്മൾ വളരെ ലൈറ്റ് കളർ ലാമിനേറ്റ്സ് ആണ് ചൂസ് ചെയ്തത്. ഒരു വാള് മുഴുവനായിട്ട് നമ്മൾ വാർഡ്രോബ്സിന് യൂസ് ചെയ്തപ്പോൾ അടുത്തൊരു സൈഡിലായിട്ട് നമ്മൾ ചെറിയൊരു ഡ്രസ്സിംഗ് ടേബിളും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഡ്രസ്സിംഗ് ടേബിളിന്റെ ഉള്ളിലും സ്റ്റോറേജിനായിട്ട് നിറയെ സ്പേസ് യൂട്ടിലൈസ് ചെയ്തു. വെന്റിലേഷൻ കുറവായതുകൊണ്ട് തന്നെ പ്രൊഫൈൽ ലൈറ്റ്സും കോ ലൈറ്റ്സും സീലിംഗിൽ ഉപയോഗിച്ചിട്ടുണ്ട് എക്സ്ട്രാ ലൈറ്റിനായിട്ട്. വാർഡ്രോബ്സിന്റെ രണ്ട് സൈഡിലും എനിക്കും ഹസ്ബൻഡിനുമായിട്ടുള്ള ഡ്രസ്സുകൾക്ക് പ്രത്യേക ഡ്രോവേഴ്സും അതുപോലെ വാർഡ്രോബിന് ഉള്ളിൽ പ്രത്യേകം ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ മാസ്റ്റർ ബെഡ്റൂമിലാണ്. ഡൈനിങ് ഏരിയയോട് ചേർന്നാണ് കിഡ്സ് ബെഡ്റൂം ഉള്ളത്. കിഡ്സ് ബെഡ്റൂമിൽ തന്നെയാണ് നമ്മൾ സ്റ്റഡി ഡെസ്കും സെറ്റ് ചെയ്തത്. കിഡ്സ് ബെഡ്റൂമിന് പിങ്ക് റോസ് ഗോൾഡ് തീമാണ് നമ്മൾ സെലക്ട് ചെയ്തത്. സീലിംഗിലും പ്രൊഫൈൽ ലൈറ്റ്സും കോ ലൈറ്റ്സും ഉപയോഗിച്ചിട്ടുണ്ട്. വാർഡ്രോബ്സിന് ഇവിടെയും നമ്മൾ സ്ലൈഡിംഗ് ഡോർസ് ആണ് ചൂസ് ചെയ്തത്. ഈ ഒരു ബെഡ്റൂമിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് റോഡ് സൈഡ് ബാൽക്കണി ഉണ്ടെന്നുള്ളതാണ്. ഈ ബാൽക്കണിയിലേക്ക് തുറക്കുന്നത് ഗ്ലാസ് സ്ലൈഡിംഗ് വിൻഡോസ് ആണ്. ഈ ഒരു വിൻഡോയോട് ചേർന്നായതുകൊണ്ട് സ്റ്റഡി ഡെസ്ക് അല്ലെങ്കിൽ വർക്ക് ഡെസ്കിൽ ഇരുന്ന് ജോലി ചെയ്യാനൊക്കെ ഒത്തിരി കംഫർട്ടബിൾ ആണ്. കാരണം നാച്ചുറൽ ലൈറ്റും കാറ്റും എല്ലാം യഥേഷ്ടം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. വർക്കിംഗ് ഡെസ്കിലും എക്സ്ട്രാ സ്റ്റോറേജും അതുപോലെ തന്നെ നമ്മുടെ തീമിന് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ചാർക്കോൾ ഷീറ്റ്സും പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഡൈനിങ് ഏരിയയിൽ നിന്നും കിച്ചണിൽ നിന്നും എളുപ്പത്തിൽ നമുക്ക് ആക്സസ് ഉള്ള രീതിയിലാണ് ഇവിടുത്തെ യൂട്ടിലിറ്റി. യൂട്ടിലിറ്റി ഏരിയയിലുള്ള ഈ ടോൾ യൂണിറ്റിൽ ബ്രൂം മോപ്പ് സ്റ്റിക്സ് പുറത്തേക്ക് കാണാത്ത രീതിയിൽ ഹൈഡ് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. വെറ്റ് ക്ലോത്ത്സ് ഉണക്കാനായിട്ട് ആവശ്യത്തിന് മാത്രം നമുക്ക് താഴേക്ക് ഇറക്കുകയും ആവശ്യത്തിന് ശേഷം മുകളിലേക്ക് കയറ്റി വെക്കാൻ കഴിയുന്ന രീതിയിലുള്ള ക്ലോത്ത് ഹാങ്ങറും ഈ യൂട്ടിലിറ്റിയിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നു. ഗ്രാനൈറ്റ് മെറ്റീരിയലിലെ എക്സ്ട്രാ ഒരു കൗണ്ടർ ടോപ്പും നമ്മൾ ഈ യൂട്ടിലിറ്റിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനടിയിലായിട്ട് സ്പെഷ്യലായിട്ട് വാഷിംഗ് മെഷീനും അതുപോലെ ഡിഷ് വാഷറിനും പ്രത്യേക ക്യാബിനറ്റ്സും അതിന് മുകളിൽ അതിന് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കാൻ കഴിയുന്ന രീതിയിലുള്ള സ്റ്റോറേജും പുറത്ത് വെസൽസ് ക്ലീൻ ചെയ്യാൻ ഒരു സിങ്കും നമ്മൾ യൂട്ടിലിറ്റിയിൽ സെറ്റ് ചെയ്തു. അപ്പൊ നമ്മുടെ ഹോം ടൂർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീട്ടിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം ഏതാണെന്ന് കമന്റ്സിലൂടെ എന്നെ അറിയിക്കണം കേട്ടോ. പ്രണവത്തിന്റെ ഉള്ളിൽ എൻ്റെ ഒപ്പം സഞ്ചരിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ ഇനി നമ്മുടെ അപ്കമിങ് വീഡിയോസ് ഒക്കെ ഈ ഒരു വീട്ടിലായിരിക്കും. പുതിയ ഓർഗനൈസിങ് ടിപ്സും അതുപോലെ കിച്ചൺ ടൂറും എല്ലാമായിട്ട് നമ്മുടെ ചാനലിൽ ഇനി ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട്. ഇതെല്ലാം മിസ്സാക്കാതെ ഇരിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.
ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുള്ളത് നിങ്ങളുടെ ലൈക്സിൽ കൂടെയാണ് കേട്ടോ എനിക്ക് അറിയാൻ പറ്റുക. അതുകൊണ്ട് ലൈക്ക് ചെയ്യാനും ആരും മടിക്കല്ലേ. അപ്പോൾ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് ലേഡീസ് നോട്ട് പാഡിൻ്റെ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.